തിരുവോണത്തിന്റെ വരവറിയിച്ചുള്ള പൂവിളികൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം. ഇനിയുള്ള നാളുകൾ മലയാളികൾ പൂക്കളമിട്ട് ഓണത്തെ വരവേൽക്കും. പ്രതീക്ഷകളുടെയും സന്തോഷത്തിന്റെയും നല്ല നാളുകളുടെ ഓർമ്മകളാണ് പൊന്നിൻ ചിങ്ങം സമ്മാനിക്കുന്നത്. ആഘോഷത്തിമർപ്പുകൾ നിറഞ്ഞ ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. മാത്രമല്ല, ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ സർക്കാർ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ആഘോഷങ്ങൾ ഇന്ന് തൃപ്പൂണിത്തറയിൽ നടന്നു. ഓണത്തിൻ്റെ ഐതിഹ്യം തുടിക്കുന്ന തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ തിരുവോണ ഉത്സവത്തിന് നാളെ കൊടിയേറും. സെപ്റ്റംബർ 5-ന് തിരുവോണത്തിന് ആറാട്ടോടെ സമാപിക്കും. മാലോകരെ പൊന്നോണത്തിൻ്റെ വരവറിയിച്ച് തൃപ്പൂണിത്തറ അത്തച്ചമയമാണിന്ന്. മാവേലി നാടിൻ്റെ പെരുമയും പ്രൗഢിയും വിളിച്ചോതുന്ന അത്തച്ചമയം ഇന്ന് രാവിലെ 9-ന് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ കേരളക്കരയാകെ ഒരുമയുടെ തിരുവോണത്തിനായി പൂവിളി ഉയർന്നു. അത്തപ്പതാക മന്ത്രി പി രാജീവ് ഉയർത്തി. നടൻ ജയറാം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ആനയും അമ്പാരിയും രാജപ്പല്ലക്കും തെയ്യവും തിറയും കലാപ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ദൃശ്യവിരുന്നുമൊരുങ്ങുന്ന ഘോഷയാത്ര നഗരം ചുറ്റി. 450 പോലീസുകാരുടെയും വിവിധ വകുപ്പുകളുടെയും കരുതലിൽ ജനങ്ങൾ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു. തൃപ്പൂണിത്തറ നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധിയാണ്. 7-ാം നൂറ്റാണ്ടിൽ പെരുമാൾ രാജവംശമാണ് മലയാളികൾക്ക് ഓണവിളംബരം ചെയ്യുന്ന തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് തുടക്കമിട്ടത്. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ സർക്കാർ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ഭത്ത 2750 രൂപയിൽ നിന്നും 3000 രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ഭത്ത 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവ ഭത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 250 രൂപ വീതം വർദ്ധിപ്പിച്ചു. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുകയെന്ന് ധനകാര്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി. KFIL ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.